ഹലോ, ഇന്ന് മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേന് മൂന്നാമത്തെ. അപ്പോൾ ഇന്ന് ഒരു മോളെ വീട്ടിൽ നിന്നും അനിയത്തിരെ മോനും ആങ്ങളെ കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, അധികാരം ക്ഷണിച്ചൊന്നുമില്ല. അപ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ച് കോരി, മല്ലിയില, പുതിന അതൊക്കെ പൊരിച്ചിന്, ചിക്കൻ പൊരിക്കിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ അധികം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. കോഴി പൊരിച്ച് ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തത് പൊരിച്ച് സവോള വെള്ളം ആദ്യം പോകാൻ വേണ്ടിയിട്ട് വാട്ടണം. കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വാട്ടണം. നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ ഉപ്പിട്ടാൽ മതി. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചത് നല്ലോണം വഴറ്റി മണം വരുമ്പോൾ മുളകും പൊടി ഒരു 4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കറി മസാല എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞ് തക്കാളി ഇടുക. തക്കാളി നല്ലോണം വാടി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് വാടി വീകാൻ മാത്രം. വരുമ്പോൾ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം യോജിപ്പിക്കുക. നല്ലോണം യോജിച്ച് വരുമ്പോൾ ഉപ്പ് നോക്കുക. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച്, തൈര് വേണ്ടിയവർക്ക് തൈര് ഒഴിക്കട്ടോ. ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചത്. ഇത്തിരി കറി മസാല പൊടിച്ചതിട്ട്, ഇനി മല്ലിയില, പുതിന, ബിരിയാണി ഇല ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം. ഇനി പായസത്തിന് ഉള്ളത് ഗോതമ്പ് വെന്ത് നല്ലോണം ഇതായി. ഇനി വട്ടകയിലേക്ക് വെച്ച് അതിലേക്ക് ശർക്കര ഫസ്റ്റ് പാല്, സെക്കൻഡ്, 1-ാം പാല്, 2-ാം പാല് ഒഴിച്ച്, ശർക്കര നീര് ഒഴിച്ച് നല്ലോണം കുറുകാൻ വെച്ച്, ഫസ്റ്റ് പാൽ ഒഴിച്ച് സെക്കൻഡ് പാലാണ് ഇട്ട് ഒഴിച്ചത്. നല്ലോണം യോജിച്ച് അടപ്പത്ത് ഏലക്കായയും ചുക്കും നല്ല ജീരകം കൂടി പൊടിച്ചത് ഇട്ട്, ഇനി ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നതാണ്. തൈര്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറി മസാല, ഉപ്പ് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഉപ്പ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ചിക്കൻ അതിലിട്ട് ഇളക്കി. ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ നല്ലോണം ചെറിയ തീയിലിട്ടിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ ഏകദേശം പൊരിച്ച് കഴിഞ്ഞ് 3 ട്രിപ്പായിട്ട് പൊരിച്ച് കോരി, ഇത്തിരി വേപ്പില, 2-3 മിളക് ഒക്കെ പൊരിച്ച് കോരി ഇട്ടിടാം. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നല്ലോണം മൂടിയൊക്കെ. പിന്നെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അരി 4 കിലോത്തോളം അരി എടുത്തിട്ടുണ്ട്. അത് അടപ്പത്തിട്ട് വേവിച്ച്, അത് വീഡിയോ ഞാൻ
ഇതിൽ കൊടുക്കുക. ഞാനത് കാട്ടിയില്ല. ചോറ് വെന്ത് ദമ്മിടണം ഭാവണം നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. മുറ്റത്തിന് തീ കൂട്ടിയത് അതിന് കാട്ടാഞ്ഞത് വലിയ ചെമ്പായാരം കൊണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി മൂപ്പിച്ചതിട്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനൊക്കെ പൊരിച്ചത് അതിന് മുകളിലിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് എസൻസ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ട്രിപ്പ് ചോറ് ഇട്ട് വീണ്ടും കറി മസാല പൊടിച്ചതിടുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ വറുത്തത് അതും ഇടുക. എസൻസ് ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ബാക്കിയുള്ള ചോറും കൂടി മുകളിൽ ഇട്ട് അധികം തട്ടിപ്പൊത്തരുത്. പൊത്തിക്കഴിഞ്ഞാൽ വല്ലാണ്ട് വെഗ് കൂടും. അതപ്പോൾ വെറുതെ പരത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് കറി മസാല പൊടിച്ചത്, കുറച്ച് നെയ്യ്, കുറച്ച് നെയ്യിൽ മഞ്ഞൾ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി. അപ്പോൾ അത് ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞ കളറ് കിട്ടും. ഇപ്പോൾ ചോറ് ദമ്മിട്ട് അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം എടുക്കുന്നുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇന്നത്തെ ഉച്ചഭക്ഷണം